ലോൺ മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? 78 സങ്കീർത്തനം 19 വാക്യത്തിലെ ഒരു ചോദ്യമാണ്. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരുഭൂമിക്ക് സമാനമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. മരുഭൂമി വഴി നിശ്ചയമില്ലാത്ത സ്ഥലം, മരുഭൂമി ഒരു തളിർപ്പ് കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് മേശയൊരുക്കാൻ കഴിയുമോ? അർത്ഥം, ഇനി എന്തെങ്കിലും ഈ മരുഭൂമിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ ആത്മാവിലൊന്ന് കൈമാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പരിശുദ്ധ ആത്മാവ് അത് നിർവഹിക്കാൻ പോകുകയാണ്. നമ്മളെ കൊണ്ട് കഴിയാത്തത്, ഡ്രൈനസ്സായ ചില മേഖലകൾ ദൈവത്തിൻ്റെ ആത്മാവ് മരുഭൂമിയിൽ മേശ ഒരുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു മരുഭൂമിയിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർക്ക് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ. ഈ മരുഭൂമിയിൽ എന്തു ചെയ്യും? അവർക്ക് ഭക്ഷിപ്പാൻ എങ്ങനെ കൊടുക്കും? കയ്യിൽ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തിയപ്പോൾ 5 അപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മരുഭൂമിയിൽ വീണുപോകാൻ ഒരു മനുഷ്യരെയും ദൈവം അനുവദിച്ചില്ല. തിന്ന് തൃപ്തിയായി ശേഷിച്ചതുപോലെ, പ്രിയമുള്ളവരെ, ഞാൻ കൈമാറുന്നു, മരുഭൂമിക്ക് സമാനമായ നമ്മുടെ ജീവിതത്തിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് കഴിയും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ സകല ആവശ്യങ്ങളും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. മരുഭൂമിയിൽ എൻ്റെ ദൈവം എനിക്ക് മേശയൊരുക്കും. വിശ്വസിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.